തീർച്ചയായും വിദ്യാർത്ഥികൾക്കിടയിൽ നല്ല അവബോധത്തോടെ ശരിക്കും ഒരു തരത്തിലും മദ്യത്തിന്റെയോ മയക്കുമരുന്നിന്റെയോ ചതിക്കുഴികളിലേക്ക് വിദ്യാർത്ഥി സമൂഹം വഴിതെറ്റി പോകരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ. അതിന് പ്രത്യേക താങ്ക്സ് ഉണ്ട്. പിടിക്കപ്പെടുന്നവർക്ക് രാഷ്ട്രീയമായ സംരക്ഷണം നൽകുന്നു എന്നത് തന്നെയാണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 251 നമ്പർ FIR-ൽ നിന്ന് ആ വിദ്യാർത്ഥി ഞാൻ മനസ്സിലാക്കുന്ന 18 വയസ്സ് തികയാത്തൊരു വിദ്യാർത്ഥിയാണ്. അദ്ദേഹത്തിന് ആരാണ് ജാമ്യത്തിലെടുത്തത്? ഞാൻ ഇന്ന് അന്വേഷിച്ചു. ആരാ ജാമ്യത്തിലെടുത്തത്? SFIയുടെ ജില്ലാ കമ്മിറ്റി അംഗമായ ഒരാൾ. മക്കളെ, നിന്റെ ഒരു ഫോട്ടോ എനിക്ക് കിട്ടൂടാ, ഫ്രെയിം ചെയ്ത് വീട്ടിൽ കെട്ടിത്തൂക്കാനാ. നിങ്ങൾക്ക് ആത്മാർത്ഥ ഉണ്ടെങ്കിൽ ഇന്ന് ഈ പറയുന്ന കഞ്ചാവ് ഉപയോഗിച്ചതിന്റെ പേരിൽ പാക്കറ്റ് പിടിച്ചതിന്റെ പേരിൽ ജയിൽ കൊണ്ടുപോയ 281/2025 കേസിലെ പ്രതികളെ പുറത്തിറക്കിയ ഏരിയ ഭാരവാഹികളെ നടപടിയെടുക്കാൻ ധൈര്യമുണ്ടോ? ശവത്തേല് ബ്ലേഡ് വെച്ച് കീറില്ല എന്റെ നായരെ. ആ പ്രതികൾക്കെതിരെ നടപടിയെടുക്കാൻ ധൈര്യമുണ്ടോ? നിങ്ങൾ പറയുന്ന ആത്മാർത്ഥമാണെങ്കിൽ ആ പ്രതികളെ നിങ്ങൾ സസ്പെൻഡ് ചെയ്യും. എന്നിട്ട് അന്വേഷണത്തിൽ അവർ നിരപരാധികളാണെങ്കിൽ അവരെ ഉള്ളിൽ സസ്പെൻഷൻ പിൻവലിക്കുക. ആ പ്രതികളെ പുറത്തിറക്കാൻ വേണ്ടി നേതൃത്വം കൊടുത്ത നിങ്ങളുടെ ജില്ലാ നേതാക്കന്മാരെ നടപടിയെടുക്ക്. സാറിന് ടോയ്ലറ്റ് പോകുന്നുണ്ടോ? ഫേസ് വല്ലാണ്ടിരിക്കുന്നത്. SFIയുടെ കൊടി പിടിച്ചാൽ എന്നെ ജാമ്യത്തിൽ ഇറക്കാൻ ആള് വരും. SFIയുടെ കൊടി പിടിച്ചാൽ ചാനൽ എന്നെ ന്യായീകരിക്കാൻ ആള് വരും. SFIക്ക് വേണ്ടി മെമ്പർഷിപ്പ് എടുത്ത് ഞാൻ ഈ കാര്യം ചെയ്താൽ എനിക്ക് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ചടപട എന്ന് പറഞ്ഞ് ഇറക്കിക്കൊണ്ടുപോകാൻ ആളുണ്ടാകും. ഇങ്ങനെയാണോ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം വിചാരിക്കേണ്ടത്? അത് പിന്നെ ക്രൈം നമ്പർ 281/2025 ആ കേസ് സ്റ്റേഷൻ ജാമ്യമുണ്ട്. ഒരു ജയിലിലും ഒരു കോടതിയിലേക്കും കൊണ്ടുപോയിട്ടില്ല. അതായത് 0.9 ഗ്രാം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഈ സൈഡിൽ പ്രവർത്തിക്കുന്ന എക്സൈസ് ഉദ്യോഗസ്ഥൻ തന്നെ ഉണ്ടല്ലോ, ബെയിലബിൾ ഒഫൻസ് ആണ്. പോലീസ് അപ്പൊ തന്നെ വിടും. അവിടെ ഒരാളും പോയി ജാമ്യം എടുക്കേണ്ട, ഒരു വക്കീലും പോണ്ട. തർക്കമല്ല, അതല്ലല്ലോ പറയുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ ഉപയോഗിക്കുന്നവരെയും വിൽപ്പന നടത്തുന്നവരെയും പൂർണ്ണമായും തള്ളിപ്പറയുകയാണെങ്കിൽ അവരെ ജാമ്യത്തിലെടുക്കാൻ ആ സംഘടനയുടെ ഭാരവാഹികൾ തന്നെ പോകുമ്പോൾ അത് നൽകുന്ന മെസ്സേജ് എന്താണ്? നാട് ഭരിച്ച ഈ നാട് മുടിയും തിത്തൈ പറഞ്ഞത് ആ ക്രൈമിൽ ഒരു തരത്തിലും ജില്ലാ നേതാക്കന്മാർ, സംസ്ഥാന നേതാക്കന്മാർ ഈ 2 കിലോ കഞ്ചാവ് പിടിച്ച കേസില് താങ്കൾ എന്താണ് ഒച്ചപ്പാടുണ്ടാക്കുക? താങ്കളൊന്ന് കേൾക്ക്. KSUവിന്റെ ആർട്സ് സെക്രട്ടറി ഉള്ള സെക്രട്ടറി ഉള്ള 2 കിലോ കഞ്ചാവ് പിടിച്ച പ്രതിയെയാണല്ലോ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ആ പ്രതിക്ക് വേണ്ടി ജാമ്യാപേക്ഷ കൊടുക്കാനും ആ പ്രതിയെ രക്ഷിക്കാനും ആ പ്രതിക്ക് വേണ്ടി പത്രസമ്മേളനം നടത്താനും KSUവിന്റെ നേതാക്കന്മാർ പോയത് കുറ്റം പറയും. എക്സൈസ് മന്ത്രി മുഖം നോക്കാതെ നടപടിയെടുക്കുന്നു പറഞ്ഞ എന്തുകൊണ്ടാണ്? എല്ലാവരും ഉണ്ടാകാന്നേ. കച്ചവടം നടത്താൻ പോയിട്ടുണ്ടോ നിങ്ങളുടെ കുട്ടികൾ എന്ന് പരിശോധിക്കുമോ? അതുകൊണ്ടായിട്ട് ചോദിക്കേ, ഏത് കുട്ടികൾ പോയാലും അത് തെറ്റാണെന്നും കുറ്റകൃത്യമാണെന്നും ഇവരൊന്നും ഒന്നും പറയാൻ പോണില്ല. പിടിയിലായത് ഞങ്ങളുടെ കുട്ടിയാണോ നിങ്ങളുടെ കുട്ടിയാണോ എന്ന രൂപത്തിലല്ല. ഈ ഒഫൻസുമായി ബന്ധപ്പെട്ട എല്ലാവരെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം, ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കണം. പക്ഷേ ഇന്ന റൂമിൽ നിന്ന് പിടിച്ചത് മാത്രം വലിയ കേസ്, മറ്റേ റൂമിൽ നിന്ന് അവർ ഓടിപ്പോയല്ലോ, അതുകൊണ്ട് വലിയ കേസല്ല. അല്ലല്ല, ഒരു മാസം നിരീക്ഷിച്ച പോലീസ് ആ കേസ് പ്രവർത്തനം ഓടിപ്പോട്ടെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ റെയ്ഡ് നടത്താമെന്ന് തീരുമാനിക്കുകയായിരുന്നു അരുൺ. ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിനെ അങ്ങനെ ചെറുതായി കാണുകയാണ്. ഇവിടെ പ്രതിപക്ഷം പോലെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് പോലീസിനെ. 0.9 ഗ്രാം പിടിച്ചത് വലിയ കുറ്റം, 2 കിലോ പിടിച്ചത് അവിടെ നിൽക്കട്ടെ എന്ന രൂപത്തിലേക്ക് 2 കിലോ പിടിച്ചത് അവിടെ നിൽക്കുന്നില്ല. 2 കിലോ പിടിച്ച ആളെ ജാമ്യത്തിൽ പുറത്തിറക്കിയിട്ടില്ല. 2 ഗൗരവം. അയാൾ ജയിലിൽ കിടക്കുന്നുണ്ട്. പിന്നെന്താ പ്രശ്നം? ഒന്ന് പോടോ. അയാൾ ജാമ്യം കിട്ടില്ലല്ലോ. ഇല്ല, കിട്ടില്ലല്ലോ. അവിടെ കിടക്കുന്നുണ്ട്. മീഡിയം ക്വാണ്ടിറ്റി ആണ്. ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കഷണം കിട്ടിയമാതിരി ഒരുമിച്ചല്ല കടിച്ചു പറിക്കുന്നത്. ഇവരിൽ അവബോധം സൃഷ്ടിക്കേണ്ട ഈ സംഘടനാ ഭാരവാഹികൾ തന്നെ വിൽപ്പന നടത്തുന്നെങ്കിൽ അതിന്റെ ഗൗരവമല്ലേ ചർച്ച ചെയ്യേണ്ടത്? അല്ലേ? അവിടെ നിന്ന് ഓടിപ്പോയ ആൾക്ക് മറ്റേ പാർട്ടിയിൽ പങ്കുണ്ട്, മറ്റേ പാർട്ടിയുടെ ഭാഗമാണ്. അല്ലല്ലോ, അങ്ങനെയല്ലല്ലോ. അപ്പോൾ ഇപ്പോൾ പിടിയിലായി അവിടെ അകത്ത് കിടക്കുന്ന ആളുടെ സംഘടന ഏതാണെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കല്ലേ? അവനൊന്നും അറിയില്ല താമോ. നമ്മുടെ കുട്ടിയുണ്ടോ അന്വേഷിക്കൂ, മറ്റേത് അവരന്വേഷിക്കട്ടെ. എന്റെ വാദം ഞാൻ കൃത്യമായി പറഞ്ഞല്ലോ. ഈ ചർച്ചയുടെ ഭാഗമായി തുടക്കത്തിൽ അങ്ങനെ തന്നെ നന്നായി പറഞ്ഞു വന്നു. അവസാനം ഇപ്പോൾ പോലീസിനെ തള്ളുന്ന പോലെയുണ്ട് പറയുന്നത്. ഞാൻ പറഞ്ഞത് ഫാക്ട്സ് ആണ്. ഞാൻ പറഞ്ഞത് ഒരാളെയും പ്രൊട്ടക്ട് ചെയ്യാനല്ല.
ഇതിൽ UDF-ന്റെ പ്രതിനിധി പറയുന്ന രാഷ്ട്രീയം എനിക്ക് മനസ്സിലാവും. ആങ്കർ എന്ന രൂപത്തിൽ താങ്കളും അതിനെ പിന്തുണയ്ക്കുന്നു. 0.9 ഗ്രാം പിടിച്ചത് വലിയ കുറ്റം. അത് SFI അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ ഈ മൊത്തം കിലോയെ കണക്കാക്കിയിട്ടുള്ളൂ. വേഷം കെട്ട് എന്റെ അടുത്ത് വേണ്ടാട്ടോ. അല്ല, SFI അതിശക്തമായി ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചു പോകുന്ന സംഘടന തന്നെയാണ്. ക്യാമ്പസുകളിലടക്കം നല്ല പ്രതിരോധ നിര തന്നെ കെട്ടിപ്പടുക്കിയിട്ടുണ്ട്. അരാഷ്ട്രീയവാദത്തിന്റെ ഭാഗമായി പല ക്യാമ്പസുകളിലും ഇത്തരത്തിലുള്ള സംഘം അതിക്രമിച്ച് കയറുന്നതിനെ ചെറുത്തു തോൽപ്പിക്കുന്ന, അതിന്റെ ഭാഗമായി ക്രൂരമായിട്ടുള്ള മർദ്ദനമേൽക്കുന്ന പ്രസ്ഥാനം തന്നെയാണ്. കേൾക്കാൻ നല്ല രസമുണ്ട്. പച്ചക്കളവ് നിങ്ങളുടെ SFI-യുടെ ഈ പറയുന്ന ഇത് ഉപയോഗിച്ചിട്ടുള്ള ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു നിരപരാധിയെ നിങ്ങൾ ഇത്തരത്തിൽ കഴുത്തറുത്ത് കൊല്ലാൻ ഈ കേരള സമൂഹത്തിന് മുമ്പിലേക്ക് വെച്ചു കൊടുക്കരുത്. ആരെ SFI, ആരെ KSU, ആ 2 കിലോ പിടിക്കപ്പെട്ടാൽ KSU ആണ്. അവനൊരു സാമൂഹ്യ ദുരന്തമാണ്.